ഹായ് നമസ്കാരം. വംശീയ കലാപം നടന്ന മണിപ്പൂരിൽ കുക്കി സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയ സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി CBI കുറ്റപത്രം. കുറ്റകൃത്യം നടക്കുമ്പോൾ പോലീസ് സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്നും ഇരകൾ പോലീസിന്റെ വാഹനത്തിൽ അഭയം പ്രാപിച്ചപ്പോൾ വാഹനത്തിന്റെ താക്കോൽ ഇല്ലെന്ന് പറഞ്ഞ് സഹായിച്ചില്ലെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കുക്കി സോമി വിഭാഗത്തിൽപ്പെട്ടവരുടെ വീടുകൾ കത്തിച്ചും തകർത്തും അക്രമി സംഘവും താണ്ഡവമാടിയപ്പോൾ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ നിരവധി കുടുംബങ്ങൾ കാട്ടിലൊളിച്ചു. ആയുധങ്ങളുമായി പിന്നാലെ എത്തിയ അക്രമികൾ ഇവരെ കാട്ടിൽ നിന്ന് തുരത്തി സംഘങ്ങളായി തിരിഞ്ഞ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ അപമാനിച്ചു. സ്ത്രീകളെ നഗ്നരാക്കി റോഡിലൂടെ നടത്തുകയും ചെയ്തു. ഇതിൽ 2 സ്ത്രീകൾ പോലീസിന്റെ ജിപ്സി വാഹനത്തിൽ കയറി രക്ഷിക്കാൻ കരഞ്ഞപേക്ഷിച്ചു. ഇരകളായ 2 പുരുഷന്മാരും ജിപ്സിയിൽ കയറിയിരുന്നു. ഇവരെ സഹായിക്കാതെ പോലീസ് സ്ഥലം വിട്ടതോടെ അക്രമികൾ ഇരകളെ വാഹനത്തിനുള്ളിൽ നിന്ന് വലിച്ചിറക്കി നഗ്നരാക്കി റോഡിലൂടെ നടത്തിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു. മെയ് 3-നാണ് ചൂരാചന്ദ്പൂരിൽ സംഭവം നടന്നതെന്ന് CBI കുറ്റപത്രത്തിൽ പറയുന്നു. കാക്കി യൂണിഫോം ധരിച്ച ഒരു ഡ്രൈവർക്കൊപ്പം 2 പോലീസുകാർ ജിപ്സിയിലും 3-4 പോലീസുകാർ പുറത്തുമുണ്ടായിരുന്നു. 2 സ്ത്രീകളും 2 പുരുഷന്മാരുമടക്കം 4 ഇരകളാണ് ജീപ്പിൽ അഭയം തേടിയത്. ഇരകളിൽ ഒരാൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോലീസുകാരോട് അഭ്യർത്ഥിച്ചപ്പോൾ താക്കോൽ ഇല്ല എന്നായിരുന്നു ഡ്രൈവറുടെ മറുപടി. അതിനിടെ ഇവരിൽ ഒരാൾ അക്രമികൾ വലിച്ചിഴച്ച് വളഞ്ഞിട്ട് മർദ്ദിക്കാൻ തുടങ്ങി. അയാളെ രക്ഷിക്കാനും തങ്ങളെ സഹായിക്കാനും ജീപ്പിലുള്ളവർ പോലീസുകാരോട് അപേക്ഷിച്ചു. എന്നാൽ പോലീസ് കേട്ടഭാവം നടിച്ചില്ല. കുറച്ചു കഴിഞ്ഞ് വാഹനം മുന്നോട്ടെടുത്ത ജിപ്സിയുടെ ഡ്രൈവർ 1000-ഓളം പേരുള്ള അക്രമാസക്തമായ ജനക്കൂട്ടത്തിന് സമീപം വാഹനം നിർത്തി. ഇവിടെ നിർത്തല്ലേ എന്ന് ഇരകളിൽ ഒരാൾ അപേക്ഷിച്ചപ്പോൾ പോലീസ് വായടക്കാൻ ആവശ്യപ്പെട്ടു. കുറച്ചു സമയത്തിന് ശേഷം അക്രമികൾ വളഞ്ഞിട്ട് മർദ്ദിച്ചയാളുടെ ശ്വാസം നിലച്ചതായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് സഹപ്രവർത്തകരോട് പറഞ്ഞു. ഇത് കേട്ട് ജീപ്പിലുണ്ടായിരുന്ന ഇരയായ പുരുഷൻ കൂടെയുള്ള സ്ത്രീയോട് തന്റെ പിതാവിനെ അവർ മർദ്ദിച്ചു കൊന്നുവെന്ന് പറഞ്ഞു. പിന്നാലെ വൻ ജനക്കൂട്ടം പോലീസ് ജിപ്സിക്കു നേരെ തിരിഞ്ഞു. അവർ 2 സ്ത്രീകളെയും പുരുഷനെയും വലിച്ചു പുറത്തിട്ടു. ഇരകളെ അക്രമി സംഘത്തിന് വിട്ടുകൊടുത്ത് പോലീസുകാർ സ്ഥലം വിട്ടു. 2 സ്ത്രീകളുടെയും വസ്ത്രങ്ങൾ അക്രമികൾ വലിച്ചു കീറി നഗ്നരാക്കി നടത്തിച്ചു. പുരുഷനെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. CBI കുറ്റപത്രത്തിൽ പറയുന്നു.